വീട്ടിലെ പ്രായമായവരെ നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ടോ? അവരുടെ പിടിവാശികൾ കൂടി വരുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മുൻപിൻ നോക്കാതെ അവർ ദേഷ്യം പിടിക്കാറുണ്ടോ? ആരെന്നറിയാതെ തല്ലാൻ വരാറുണ്ടോ? ശ്രദ്ധിക്കുക, അവരിൽ അപൂർവം ചിലരെങ്കിലും ആ ദേഷ്യത്തിനൊടുവിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ? ദേഷ്യവും ചെറിയ ഉപദ്രവങ്ങളും ഒക്കെയായുള്ള വാർദ്ധക്യ സഹജമായ അക്രമങ്ങൾ, എൽഡർലി അഗ്രഷൻ, ഒരു ഘട്ടം കഴിയുമ്പോൾ മാറ്റത്തിന് വിധേയമാകും. ഫ്രണ്ടൽ ലോബിൽ, അതായത് തലച്ചോറിലെ മുൻഭാഗത്തുള്ള കോശങ്ങൾക്ക് മാറ്റം വരുമ്പോൾ സ്വഭാവം മാറും. ചിലപ്പോൾ ചിലരിൽ ക്രൂരമായ ക്രിമിനൽ ചിന്തകൾ കടന്നുകൂടും. തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇഷ്ടങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം അവഗണിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ അവർ ഉറപ്പായും കൊലയാളികളാകും. മക്കളെയും കുടുംബത്തെയും പോലും ചുട്ടരിക്കും. തുടങ്ങാം കുറ്റവും ശിക്ഷയും. മലകളോടും മലമ്പാമ്പിനോടും പോരാടിയ മനുഷ്യരുടെ നാടാണ് ഇടുക്കി. ഹമീദ് മക്കാർ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായി ജോലി തുടങ്ങി. കുറച്ച് ഭൂമിയും അത്യാവശ്യം നീക്കിയിരിപ്പുമായി വാർദ്ധക്യത്തെ സ്വീകരിച്ചതാണ്. ഒടുവിൽ മകന്റെ തണലിലേക്ക് ചുരുങ്ങിയ നാളുകൾ. പക്ഷേ ആ മരണം മണക്കുന്ന രാത്രി ഒരുക്കാൻ മക്കാറിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. മാർച്ച് 19 ശനിയാഴ്ച. സമയം പുലർച്ചെ 12:45. ഉറക്കത്തിലായിരുന്നു രാഹുൽ. തുടർച്ചയായ ഫോൺ റിങ് കേട്ടാണ് ഉണർന്നത്. അയൽക്കാരനായ ഫൈസലാണ് വിളിക്കുന്നത്. സമയം നോക്കി 12:45. ഈ പാതിരാത്രിയിൽ ഫൈസൽ എന്താ വിളിക്കുന്നത്? എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നിലവിളി ശബ്ദം രാഹുലിന് കേൾക്കാം. പെട്ടെന്ന് അയാൾ ആ ഫോൺ എടുത്തു. ചേട്ടായി രക്ഷിക്കണേ എന്ന ഒരു അലർച്ചയായിരുന്നു ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ. അതുപക്ഷേ ഫൈസലായിരുന്നില്ല. ഫൈസലിൻ്റെ മകൾ അസ്നമോളുടെ നിലവിളിയാണത്. അയാൾ ആ ഫോണുമായി പുറത്തേക്കോടി. പുറത്തേക്കിറങ്ങിയ രാഹുൽ അങ്ങോട്ടേക്കാണ് നോക്കിയത്. അവിടെ നിന്നാൽ ഫൈസലിൻ്റെ വീട് കാണാം. ആ നിമിഷം രാഹുൽ ആ കാഴ്ച കണ്ടു ഞെട്ടി. ഫൈസലിൻ്റെ വീട്ടിൽ ജനാലകളിൽ നിന്നെല്ലാം തീ ആളി പുറത്തേക്ക് വരികയാണ്. പുറത്ത് ആ സമയത്ത് ആരോ നിൽക്കുന്നതും കാണാം. വ്യക്തമല്ല. ഒട്ടും സമയം കളയാതെ രാഹുൽ അങ്ങോട്ടേക്കോടി. അവിടെ ചെല്ലുമ്പോൾ ആ വീട് മുൻഭാഗത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അവിടെ ആ വീട്ടിലെ കാരണവർ മുൻപിൽ തന്നെയുണ്ട്, ഹമീദ് മക്കാർ. രാഹുൽ സർവ്വശക്തിയുമെടുത്ത് വാതിൽ തള്ളി തുറന്നു. ഹാളിലേക്ക് കയറിയ രാഹുലിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. അവിടെ ആകെ പുക നിറഞ്ഞിരുന്നു. കിടപ്പുമുറിയുടെ ഒരു ഏകദേശ ലക്ഷ്യം വെച്ച് രാഹുൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. വശത്തുള്ള കിടപ്പുമുറിയുടെ വാതിലും പൂട്ടിയ നിലയിൽ തന്നെ. എങ്കിലും രാഹുൽ കണ്ണും പൂട്ടി അല്പം പിന്നോട്ട് വലിഞ്ഞ് മുന്നോട്ടഞ്ഞു. സർവശക്തിയും ഒരിക്കൽ കൂടി ആ വാതിൽ തുറന്നു. പക്ഷേ ആ മുറിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. അവിടെ കിടക്കയിലാണ് തീ പിടിച്ചിരിക്കുന്നത്. ആ കിടപ്പുമുറിയിൽ ഒരു കാര്യം കൂടി രാഹുൽ ശ്രദ്ധിച്ചു. പെട്രോൾ നിറച്ച ചെറിയ കുപ്പികൾ ഒന്നിനു പുറകെ ഒന്നായി ആ മുറിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് ജനലഴികളിൽ നിന്നാണ് വരുന്നത്. അതാണ് കട്ടിലും അതിലുള്ള കിടക്കയും ഇത്രയേറെ വീണ്ടും വീണ്ടും ആളിക്കത്തുന്നത്. ആരോ ജനാലയിലൂടെ കുപ്പികൾ അകത്തേക്ക് നീട്ടിയെറിയുകയാണ്. ആ സമയത്ത് രാഹുൽ അവിടെ ഒരാളെയെ കാണുന്നുള്ളൂ. അത് ആ വീട്ടിലെ കാരണവരായ ഹമീദ് മക്കാറാണ്. തങ്ങൾ ഷിബു എന്ന് വിളിക്കുന്ന ഫൈസലിന്റെ പിതാവ്. പെട്രോൾ മണമാണെങ്ങും. ആ ഭാഗത്തൊന്നും
വേറെ ആരുമില്ല. സമയമില്ല, ഇനി എന്തെങ്കിലും അതിവേഗം ചെയ്യണം. അവിടെ ആ കിടപ്പുമുറിയിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. അറ്റാച്ച്ഡ് ആണ്. അതിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ ആ കട്ടിലിലെ തീ കാരണം അങ്ങോട്ട് കടക്കാനോ ആ വാതിൽ തുറക്കാനോ കഴിയുന്നില്ല. ആ മുറിയിൽ വെള്ളമൊഴിക്കണം. തീ നിയന്ത്രിച്ചാൽ ആ ബാത്റൂം തുറക്കാനാകും. ഷിബുവും കുടുംബവും അകത്തു തന്നെ കാണും. പക്ഷേ ഇയാൾ എന്തിനാണ് ഈ തീയിലേക്ക് പെട്രോൾ വീണ്ടും വീണ്ടും ഒഴിക്കുന്നത്? അപ്പോഴാണ് രാഹുൽ ഫൈസലിന്റെ ഉറക്കെയുള്ളൊരു ശബ്ദം കേട്ടത്. അതവിടെ തന്നെ, ആ ശുചിമുറിയിൽ തന്നെ. അപ്പോൾ ഫൈസലും കുടുംബവും ആ ശുചിമുറിയിൽ തന്നെ ഉണ്ടാകും. ഫൈസലിന്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ രാഹുൽ പിന്നെ ഓടിയത് വെള്ളമെടുക്കാനായിരുന്നു. അടുക്കളയിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ടാപ്പുകൾ പലതും തുറന്നു നോക്കി, ഒന്നിലും വെള്ളമില്ല. വാട്ടർ ടാങ്ക് കാലിയായിരിക്കണം. തൊട്ടടുത്ത ഫ്രിഡ്ജ് തുറന്നു നോക്കി, അതിലാകെയുള്ളത് മോരായിരുന്നു. അതും എടുത്തോടുമ്പോഴാണ് രാഹുൽ അത് ശ്രദ്ധിച്ചത്. അയാൾ മക്കാർ വീണ്ടും പെട്രോൾ കുപ്പി എറിയുകയാണ്. ഇത്തവണ മുന്നിലെ മുറിയിൽ നിന്നാണ് എറിയുന്നത്. രാഹുൽ കയ്യിലുണ്ടായിരുന്ന മോരും വെള്ളം ആ മുറിയിലേക്ക് ഒഴിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നുമാകില്ല. വീണ്ടും തീ ആളിക്കത്തുകയാണ്. അയാൾ ആ പെട്രോൾ വീണ്ടും മുന്നിലെ മുറിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് ഒഴിക്കുന്നുമുണ്ട്. കിണർ ഭാഗത്തേക്ക് രാഹുൽ ഇറങ്ങി ഓടി. അയാൾക്ക് ആ വീട് നല്ലതുപോലെ അറിയാം. കിണറിൽ നിന്ന് വെള്ളം കോരാം, മോട്ടോർ അടിച്ച് വെള്ളം കയറ്റുകയും ചെയ്യാം. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവിടെ കപ്പിയും കയറും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോറിന്റെ വയറുകൾ മുറിച്ച നിലയിലുമായിരുന്നു. അപ്പോഴേക്കും മക്കളുടെ നിലവിളിയും ഫൈസലിന്റെ ശബ്ദവുമൊക്കെ നേർത്ത് ഇല്ലാതായി. രാഹുലും നിരാശയിലായി. ഓടിക്കൂടിയ നാട്ടുകാർ കൂടുതൽ പേരെ വിളിച്ചു വരുത്തി. രക്ഷാപ്രവർത്തനം നാട്ടുകാർ ഏറ്റെടുത്തു. നാട്ടുകാരും പോലീസും എത്തി തീ നിയന്ത്രണ വിധേയമാക്കുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. അകത്ത് കയറിയ അയൽക്കാർ അറിയാതെ നിലവിളിച്ചുപോയി. ആ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ അവർ 4 പേർ. ജീവൻ നഷ്ടമായി മരിച്ചു വിറങ്ങലിച്ചു 4 പേർ. അവർക്ക് തീയേറ്റുള്ള പൊള്ളൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. ചൂടും പുകയും അവരുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ തളർത്തി. മയക്കത്തിൽ നിന്നുണരാതെ തന്നെ ആ പുകയേറ്റ് ശ്വാസം മുട്ടിയുള്ള മരണം. 2 കൈകളും കൊണ്ട് 2 പെൺമക്കളെയും മാറോട് ചേർത്ത് പിടിച്ച രീതിയിലായിരുന്നു ഫൈസലിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ. 4 മരണങ്ങൾ. തൊടുപുഴ ചീനിക്കുഴി ഷിബു എന്ന മുഹമ്മദ് ഫൈസൽ 45 വയസ്സ്, ഭാര്യ ഷീബ 40 വയസ്സ്, മൂത്ത മകൾ മെഹറിൻ 16 വയസ്സ്, ഇളയ മകൾ അസ്ന 13 വയസ്സ്. ചീനിക്കുഴിയിൽ വ്യാപാരിയായിരുന്നു ഫൈസൽ. മകൾ മെഹറിൻ +1-ലും അസ്ന 8ാം ക്ലാസ്സിലും പഠിക്കുകയായിരുന്നു. ഭാര്യ ഷീബ വീട്ടമ്മ. ആദ്യം ആ വീട്ടിലേക്ക് ഓടിയെത്തിയ രാഹുലും മറ്റു ചില അയൽക്കാരും നൽകിയ വിവരമനുസരിച്ച് പോലീസ് അവിടെല്ലാം അയാളെ തിരഞ്ഞു, മക്കാറിനെ. പക്ഷേ അയാൾ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. അധികം ദൂരെയല്ലാതെ ഒരു ബന്ധു വീട്ടിലേക്കാണ് അയാൾ ആ സമയം പോയത്. അവിടെ എത്തിയ ഹമീദ് മക്കാർ അവരെ അറിയിച്ചു, ഞാൻ എല്ലാവരെയും കൊന്നു. അവരെ മാത്രമല്ല, ആ രാത്രിയിൽ അയാൾ പലരെയും ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. സംഭവസ്ഥലത്തെത്തിയ കരുമണ്ണൂർ പോലീസാണ് ബന്ധുവീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. പ്രതിരോധമില്ലാതെ, കൂസലില്ലാതെ അയാൾ പോലീസിനു മുന്നിൽ നിന്നു. തന്നെ പിടികൂടി ജീപ്പിലാക്കിയ പോലീസുകാരെ നോക്കി അയാൾ ചിരിച്ചു. എന്തായി സാറേ, എല്ലാവരും തീർന്നോ? ആ ചോദ്യത്തിനു മുന്നിൽ, ആ വൃദ്ധന്റെ ജ്വലിക്കുന്ന പകയുള്ള കണ്ണുകൾക്ക് മുന്നിൽ ആ പോലീസുകാർ പോലും ഭയന്നുപോയി. സ്വന്തം മകനെയും ഓമനകളായ 2 മക്കളെയും ചുട്ടുകൊന്നവൻ അയാൾ ഒരു ഉന്മാദിയെപ്പോലെ തങ്ങളുടെ മുന്നിലിരുന്ന് ചിരിക്കുന്നു. രക്തദാഹം മാറാതെ അയാൾ വീണ്ടും ചോദിക്കുന്നു, എല്ലാവരും തീർന്നോ? തെളിവുകൾ പോലീസിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്.
രാഹുൽ അടക്കമുള്ള ദൃക്സാക്ഷികൾ എല്ലാം തയ്യാർ. പക്ഷെ കോടതിയിൽ സമർത്ഥിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. എന്തിനാണ് ഈ കൊലപാതകം? എന്തായിരുന്നു മോട്ടീവ്? സങ്കീർണമായ ചില കുരുക്കുകൾ അതിലുണ്ട്. അത് പോലീസിനറിയാം. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണമാണ് മുഖ്യം. ഒന്നാമത്തെ പ്രതിസന്ധി ഹമീദ് മക്കാറിന്റെ പ്രായമാണ്. 80 വയസ്സ് കഴിഞ്ഞു. പ്രായത്തിന്റെ ആനുകൂല്യം എല്ലാ തരത്തിലും കേസിനെ ബാധിച്ചേക്കാം. അത് മറികടക്കുന്ന സ്ട്രോങ് എവിഡൻസ് വേണം. പ്രതിയെ പിടികൂടി വൈദ്യപരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ ഫോറൻസിക് തെളിവെടുപ്പും ആ ശരീരത്തിൽ നടത്തി. ഒന്ന്, അയാൾക്കും ഈ അതിക്രമം നടത്തുന്നതിനിടെ പൊള്ളലേറ്റിരുന്നു. ആ പൊള്ളലിൽ പെട്രോളിന്റെ അംശം കണ്ടെത്തി. അയാൾ ധരിച്ചിരുന്ന വസ്ത്രം, കൈവിരലുകൾ, നഖം എന്നിങ്ങനെ നടത്തിയ പരിശോധനകളിലെല്ലാം തന്നെ പെട്രോളിന്റെ സാന്നിധ്യം തെളിവായി ലഭിച്ചു. ആ മുറിയിലെ പെട്രോൾ അംശം കൂടി ശേഖരിച്ച് ഇത് മാച്ച് ചെയ്യിപ്പിച്ചുറപ്പാക്കി. മറ്റൊരു പ്രധാന തെളിവ് കൊല നടത്താനുള്ള അയാളുടെ മുന്നൊരുക്കമാണ്. അത് കൃത്യമായി സ്ഥാപിക്കാൻ ആവശ്യമുള്ള സാക്ഷിമൊഴികളും ലഭിച്ചു. രാഹുൽ ആ വീട് മുഴുവൻ ആ രാത്രി പരക്കം പാഞ്ഞതാണ്. അവിടെ അയാൾ ശ്രദ്ധിച്ച ചില വിചിത്രമായ കാര്യങ്ങളിലൊന്ന്, ആ വീട്ടിൽ കുറച്ച് മോരല്ലാതെ ഒരു തുള്ളി വെള്ളമുണ്ടായിരുന്നില്ല എന്നതാണ്. ടാപ്പുകളിൽ നിന്നും വെള്ളമൊട്ടും വന്നിരുന്നില്ല. കിണറിൽ നിന്നും വെള്ളം കോരാമെന്ന് കരുതി അവിടെ എത്തിയപ്പോൾ അവിടെ തൊട്ടിയും കയറുമില്ല. മോട്ടോർ പ്രവർത്തിക്കുന്നില്ല. അതായത് വെള്ളമെടുക്കാനുള്ള എല്ലാ സാധ്യതയും അയാൾ ആദ്യമേ അടച്ചു എന്ന് വേണം കരുതാൻ. ആ അന്വേഷണം അയാളുടെ കുറ്റസമ്മതത്തിൽ തെളിഞ്ഞു. 2022 മാർച്ച് 18 വെള്ളിയാഴ്ച. അന്ന് രാത്രി 11:50 അയാൾ എഴുന്നേറ്റത്. ഇരുട്ടിൽ അയാൾ പുറത്തിറങ്ങി. ആദ്യം ചെന്നത് കിണറിന്റെ അടുത്തേക്കാണ്. വെള്ളമടിച്ചു കയറ്റാനുള്ള മോട്ടോർ അവിടെയാണ്. അവിടെ ഒരു ടാപ്പുമുണ്ട്. ആ ടാപ്പ് ഹമീദ് മക്കാർ തുറന്നുവിട്ടു. മോട്ടോറിലേക്കുള്ള വൈദ്യുതി ബന്ധം മുറിച്ചിട്ടു. കിണറിനു കരയിലുണ്ടായിരുന്ന കയറും തൊട്ടിയും അയാൾ ചുരുട്ടി പറമ്പിന്റെ ഒഴിഞ്ഞ കോണിലേക്ക് എറിഞ്ഞുകളഞ്ഞു. അയാൾ തിരിച്ചു വരുമ്പോഴും ആ ടാപ്പിൽ നിന്നുള്ള വെള്ളം തീർന്നിട്ടില്ല. അകത്ത് കയറിയ ഉടനെ അയാൾ അകത്തെ ഒരു ശുചിമുറിയിലെ ടാപ്പ് കൂടി തുറന്നു. ടാങ്കിൽ ശേഖരിക്കപ്പെട്ട മുഴുവൻ വെള്ളവും അങ്ങനെ അയാൾ ആ രാത്രി തന്നെ ഊറ്റിക്കളഞ്ഞു. പിന്നെ പെട്രോൾ എടുത്തു. ഇത്രയധികം പെട്രോൾ എങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം പോലീസിനെ ആദ്യം മുതലേ അതിശയിപ്പിച്ചിരുന്നു. അതൊരു മലയോര മേഖലയാണ്. അടുത്തൊന്നും പമ്പുകളില്ല. അതുകൊണ്ട് തന്നെ ഷിബു എന്ന ഫൈസലിന് അതൊരു അധിക ബിസിനസ്സായിരുന്നു. അനുവദനീയമല്ലാത്ത അപകടമുള്ള ബിസിനസ്. അതാ നാട്ടുകാർക്കൊക്കെ അറിയാം. പെട്രോൾ വാങ്ങിവെക്കും, ചില്ലറയായി വിൽക്കും. ആ പെട്രോൾ ചെറിയ 1 ലിറ്റർ കുപ്പികളിലാണ് ആക്കി വെക്കുന്നത്. അന്ന് രാത്രി ഹമീദ് മക്കാർ അതൊക്കെ വലിച്ചു പുറത്തെടുത്തു. കന്നാസിലുണ്ടായിരുന്ന പെട്രോൾ അയാൾ ആ മുറിയിലേക്ക് ഒഴിച്ചു. ഫൈസലും കുടുംബവും നല്ല ഉറക്കത്തിലാണ്. കുപ്പികളിലുള്ള പെട്രോളുമായി അയാൾ പുറത്തിറങ്ങി. കുപ്പികളൊക്കെ പുറത്തൊരിടത്ത് അടുക്കി വച്ച ശേഷം അയാൾ വീണ്ടും അകത്തു കടന്നു. ആദ്യം ആ കിടപ്പ് മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി. പിന്നെ മെല്ലെ വീടിന് പുറത്തിറങ്ങി. മുന്നിലെ പ്രധാന വാതിൽ പൂട്ടി. അതായത് കൊലപാതകങ്ങൾ പെട്ടെന്നുള്ള എന്തെങ്കിലും ദേഷ്യത്തിൽ നിന്നും ഉണ്ടായതല്ല. ആലോചിച്ചുള്ള പദ്ധതി, കൃത്യമായ മുന്നൊരുക്കങ്ങൾ. ഒരിക്കലും അവർ രക്ഷപ്പെടരുത് എന്ന കരുതലിലും ഉദ്ദേശത്തിലും ചെയ്ത മറ്റു പ്രവൃത്തികൾ. വെള്ളമൂറ്റിക്കളഞ്ഞത്, മോട്ടോറിന്റെ വയർ മുറിച്ചത്, തൊട്ടിയും കയറും എടുത്തു മാറ്റിയത് എല്ലാം അയാളിലെ കൊലപാതകി എന്നത് അങ്ങേയറ്റം ക്രൂരനായിരുന്നു എന്നതിന്റെ തെളിവുകളായി. പക്ഷെ കോടതിയിൽ അപ്പോഴും ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ വാലിഡ് ക്വസ്റ്റ്യൻ? കോടതിയിൽ ഉയരുന്ന ആ ചോദ്യം. സ്വന്തം അച്ഛൻ എന്തിനാണ് മകനെ, അവന്റെ കുടുംബത്തെ, 2 ഓമന മക്കളെ കൊലപ്പെടുത്തുന്നത്? അതിനുള്ള ഉത്തരമാണ്
ഇനി. പ്രായം 80 ഈ പകയിൽ ഈ വെറിയിൽ നടന്ന ആളാണ് മക്കാർ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 3 മക്കളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അയാൾ പോയിരുന്നു. പല സ്ത്രീകൾക്കൊപ്പവും അയാൾ മാറി മാറി താമസിച്ചു. പിന്നെ നീണ്ട 20 വർഷമായി ഇടുക്കി കരിമ്പനിൽ ഒരു സ്ത്രീയോടൊപ്പം താമസിച്ചു. പക്ഷേ 2019 അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. അതോടെ ചീനിക്കുഴിയിൽ മടങ്ങിയെത്തി മകൻ ഫൈസലിനൊപ്പം താമസം തുടങ്ങി. അയാൾ നാടുവിട്ടു പോകുന്നതിനു മുൻപ് തന്നെ മക്കളുടെ പേരിൽ വസ്തുക്കളൊക്കെ എഴുതി വച്ചിരുന്നു. ചീനിക്കുഴിയിൽ ഒരു പലചരക്ക് കട നടത്തുകയായിരുന്നു മുഹമ്മദ് ഫൈസൽ. വീടുൾപ്പെടുന്ന 58 സെന്റ് സ്ഥലം ഹമീദ് ഫൈസലിന് ഇഷ്ടദാനം നൽകിയതായിരുന്നു. പക്ഷേ മരണം വരെ ആദായവും ചെലവിനും നൽകണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു. പക്ഷെ മടങ്ങിയെത്തിയ കാലം മുതൽ ഹമീദ് മകനെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു. ഭക്ഷണം നൽകുന്നില്ല എന്നാരോപിച്ച് വഴക്കു പതിവായിരുന്നു. സ്വത്ത് മടക്കി വേണം എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു പിന്നെ കലാപം. ആ ആവശ്യവുമായി ഹമീദ് തൊടുപുഴ മുനിസിഫ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ചെലവിനുള്ള പണം ആവശ്യപ്പെട്ട കുടുംബ കോടതിയിലും കേസ് കൊടുത്തു. ഒരു ദിവസം കടുത്ത വഴക്കിനിടെ ഹമീദ് മകന് നേരെ അലറിക്കൊണ്ട് കൊലപാതക ഭീഷണി മുഴക്കി. എല്ലാറ്റിനെയും കൂടി പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നായിരുന്നു ആ ഭീഷണി. 2022 ഫെബ്രുവരി 25 കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ. കൊലപാതക ഭീഷണി ഭയന്ന ഫൈസൽ സ്റ്റേഷനിലെത്തി പരാതി നൽകി. സ്ഥലം തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീവച്ചു കൊല്ലുമെന്ന് തന്റെ പിതാവായ ഹമീദ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. പോലീസ് ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കി. ഇതിനുശേഷം ഫൈസലും ഭാര്യയും മക്കളുമടക്കം 4 പേർ ആ വീടിന്റെ ഒരു മുറിയിലേക്ക് താമസം മാറി. അതേ വീട്ടിൽ ഹമീദ് മറ്റൊരു മുറിയിലും. 2022 മാർച്ച് 18 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30-നും 2-നും ഇടയിലുള്ള സമയം. അന്ന് ഉച്ചഭക്ഷണത്തിനിരിക്കുകയാണ് ഹമീദും മകൻ ഫൈസലും. ഇവിടെ കഴിക്കാൻ മീനും ഇറച്ചിയും ഒന്നുമില്ലേ? ഹമീദ് മക്കാർ മകനോട് ചോദിച്ചു. ഫൈസലിന്റെ ഭാര്യ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇവിടെ ഇന്നൊന്നും കിട്ടിയില്ല, ഫൈസലിന്റെ ഭാര്യ ഷീബ പറഞ്ഞു. പെട്ടെന്ന് ഫൈസൽ ഇടപെട്ടു. ഞങ്ങൾ എന്നും മീനും ഇറച്ചിയും ഒന്നും കഴിക്കാറില്ല, ഉള്ളതുകൊണ്ട് കഴിക്കുകയാണ് പതിവ്. ഫൈസൽ അപ്പോൾ ചോറ് വിളമ്പുകയായിരുന്നു. മക്കാർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അയാൾ ആ ചോറ് തട്ടിയെറിഞ്ഞു. എന്നെ അതിന് കിട്ടില്ല, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടണം, കേട്ടോടാ. ആ കുടുംബമാകെ ഇത് കേട്ട് പേടിച്ചിരിക്കുകയാണ്. പിതാവ് ഇങ്ങനെയാണ് ഈയിടെ. ചെറിയ കാരണങ്ങൾ മതി, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ആക്രമിക്കാൻ വരും. അപ്പോഴേക്കും മക്കാർ വീണ്ടും ആ കോപത്തിൽ തന്നെ ആക്രോശിക്കുകയാണ്. ഇതൊക്കെ എന്റേതാണ്, തട്ടിയെടുത്ത് കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, എന്നെ നോക്കണം, നിന്നോട് പറഞ്ഞതല്ലേ, എല്ലാം തിരിച്ചെഴുതി താടാ. തുടർച്ചയായി ശകാരിച്ചുകൊണ്ട് മക്കാർ എഴുന്നേറ്റ് മകനെ അടിക്കാൻ കൈയോങ്ങി. ഫൈസൽ അതേസമയം തന്നെ ആ അടി തടുത്തു. ഉന്തും തള്ളും കൂടിയതോടെ തടസ്സം പിടിക്കാനെത്തിയ ഷീബയും മറിഞ്ഞു വീണു. അതോടെ ഷിബു എന്ന ഫൈസൽ പിതാവിനെ ആഞ്ഞു തള്ളി മാറ്റി. അടിതെറ്റിയ മക്കാർ മറിഞ്ഞു താഴേക്ക് വീണു. നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് മക്കാർ വീണ്ടും അലറി. എന്നോട് കളിക്കരുത്, എല്ലാറ്റിനെയും ഞാൻ കത്തിച്ചു കൊല്ലും. ഹമീദ് പരസ്യമായി ഭീഷണിപ്പെടുത്തി. ഇതാദ്യമായല്ല അയാൾ ഈ ഭീഷണി ഉയർത്തുന്നത്. എന്നോ ഉപേക്ഷിച്ചു പോയ പിതാവ് ആ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാനാണെന്ന് അവർക്കറിയില്ലായിരുന്നു. കൂട്ടക്കുരുതിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി 25-ന് ഫൈസൽ നൽകിയ ആ പരാതി ഹമീദ് മക്കാറിനെതിരെയുള്ള കരുത്തുള്ള തെളിവായി. കോടതിയിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ബദലായി പ്രോസിക്യൂഷന്റെ തെളിവുകൾ. എങ്കിലും ആ പ്രായം അതയാൾക്ക് അനുകൂലമാകുമോ? മക്കൾക്കെതിരെ ഹമീദ് നേരത്തെ നടത്തിയ കേസുകളൊന്നും അയാൾക്ക് അനുകൂലമായില്ല. പ്രായത്തിന്റെ പരിഗണനയിലാണ് അയാൾക്ക് ഫൈസലിന്റെ വീട്ടിൽ താമസിക്കാനെങ്കിലും ഇടം കിട്ടിയത്. മക്കൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹമീദ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. സ്വത്ത് തിരികെ കിട്ടാനായി
കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പരാതികൾ നൽകി. കോടതി നിയോഗിച്ച കമ്മീഷനുകൾ ഓരോ കേസിലും നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. ഹമീദിന്റെ വാദങ്ങളൊന്നും ശരിയല്ല. അയാളെ മകൻ നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഇഷ്ടദാനമൊക്കെ കഴിഞ്ഞിട്ടും ഹമീദിന്റെ പേരിൽ 65 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ബാങ്കിൽ നിക്ഷേപമായി 4 ലക്ഷം രൂപ. കമ്മീഷൻ അന്വേഷണത്തിന് വന്നപ്പോൾ ഇളയ മകൻ ഷാജി കമ്മീഷന് മുന്നിൽ ഈ തെളിവുകൾ നൽകി. സ്വത്തിന്റെ പേരിൽ സ്വന്തം മകനോടുള്ള ഹമീദിന്റെ തീരാപ്പക, അതായിരുന്നു ചീനിക്കുഴി കൂട്ടക്കൊല. ആലിയക്കുന്നേൽ ഹമീദ് മക്കാർ എന്ന കൊടും കുറ്റവാളി ദയ അർഹിക്കുന്നില്ല. സാക്ഷികൾ, തെളിവുകൾ എല്ലാം കോടതിയിൽ അയാൾക്കെതിരായി. സ്വന്തം മകനെയും മരുമകളെയും 2 പേരക്കുട്ടികളെയും ചുട്ടുകൊന്ന നരാധമൻ. 2025 ഒക്ടോബർ 28 തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ ഹമീദ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. 2025 ഒക്ടോബർ 30 അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഹമീദിന് 82 വയസ്സ് കഴിഞ്ഞിരുന്നു. എന്നാൽ ശിക്ഷ നൽകുന്നതിൽ പ്രായം പരിഗണിക്കാനാവില്ല. കുറ്റകൃത്യത്തിന്റെ ആഴം അതിന് അനുവദിക്കുന്നില്ല. തൊടുപുഴ മുട്ടം 1 അഡീഷണൽ സെഷൻസ് കോടതി ഹമീദിന് വധശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ 10 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തി. വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു പോയപ്പോഴേ അയാൾക്ക് കുടുംബം എന്നത് മനസ്സുകൊണ്ട് സ്നേഹമുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ താൻ വെട്ടിപ്പിടിച്ച സ്വത്തൊക്കെ ആസ്വദിക്കുന്നത് തന്റെ ശത്രുക്കളാണ് എന്നയാൾ ധരിച്ചു. മകനായല്ല, കടുത്ത ശത്രുവായാണ് അയാൾ ഫൈസലിനെ കണ്ടത്. എല്ലാ മനുഷ്യനിലും ഒരു ഇരുണ്ട വശമുണ്ട്. ഹമീദ് മക്കാറിൽ അത് വാർദ്ധക്യത്തിൽ പോലും അടങ്ങിയില്ല. വധശിക്ഷ കുറഞ്ഞ ശിക്ഷയെന്ന് ചിലപ്പോഴെങ്കിലും പറയാൻ തോന്നും. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.